ഞാനാണെങ്കിൽ ഒരുവിധം പറഞ്ഞ് എങ്ങനെയെങ്കിലും എടുത്തെത്തിച്ചപ്പോഴാണ് ആ ക്രിസ്റ്റീന കയറി വന്നത്. അതോടെ ആ പ്ലാനും കുളവായി. ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അതല്ല, ക്രിസ്റ്റീന വന്നോണ്ടല്ലേ, ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യുന്നു. ട്രൈ ചെയ്യാനോ? അങ്ങനെയോ? ഇപ്പോൾ ഇത് എനിക്ക് വയ്യ, അത്ര തന്നെ. കുറച്ച് സമയോട് ഞാൻ അനുഭവിച്ച ടെൻഷനെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവത്തില്ല. അതാ പറഞ്ഞത് ഞാൻ ഇടപെടാന്ന്. നീ ഒന്നും മിണ്ടായിരിക്കും. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ പ്രൊജക്ടിന്റെ കാര്യം പോയി ആദ്യം പറയാൻ നോക്കാം. ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ, സ്വന്തം കാര്യം വന്നപ്പോ പറ്റൂല, ബാക്കിയുള്ള എല്ലാ കാര്യത്തിൽ തലയിട്ടോളാം. വേറൊരു വഴിയുണ്ട്. പറ. അണ്ണൻ പോയി അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാനാണ് ജെസിക്കല്ലേ പറയാൻ പറ്റാതെ ഉള്ളൂ. അണ്ണൻ പോയി പറ, നടക്കും. ഞാൻ എങ്ങനെ ഇത് പറയണത്? ടോമ് പോയിട്ട് ഇലയ്ക്കും മുള്ളിനും കീഴില്ലാത്ത രീതി ഇതങ്ങ് അവതരിപ്പിക്കും. മതി. എടി അതല്ലേ എടാ, നീ എന്നാ പറഞ്ഞത് ആൾമാരോടൊക്കെ വലിയ കേസിനകത്താവുന്നു? അത് വലിയ കേസൊന്നുമല്ല, അത് അണ്ണൻ പറയണ രീതി അനുസരിച്ചിരിക്കും. അണ്ണൻ ഒരു മയത്തിൽ അതങ്ങ് പറഞ്ഞങ്ങ് സെറ്റാക്കിയാൽ മതി. അത് തന്നെ. തെറ്റാക്കിയാൽ ഞാൻ വേണ്ടി പറഞ്ഞ് സെറ്റാക്കി. ടോമിനെ കൊണ്ട് ഇത് പറയാൻ പറ്റത്തുള്ളൂ. ആ ശരി, ഞാൻ പറയാം. പക്ഷെ വരണ ഭവിഷ്യത്തിന് എല്ലാവരും കാത്തിരുന്നോ, എന്തും സംഭവിക്കാം. ഓക്കെ ആണല്ലോ? എന്തോന്ന്, ചിലപ്പോ ജോലി പോവും, അത്ര തന്നെ. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോഴും പണി എടുക്കുന്നില്ല, ഇപ്പോഴും പണി എടുക്കുന്നില്ല. ഓക്കെ. പോണില്ലേ? ഓളത്തെ പച്ചൊക്കെ ശരി തന്നെ, എല്ലാം എടുത്ത് വെച്ചോ. നീയും എടുത്ത് വെച്ചോ. ഞാനത് എടുത്തു വെക്കണേ, നിങ്ങൾ രണ്ടല്ലേ കിട്ടിയാലും കിട്ടിയോളൂ. അതുകൊണ്ട് എന്താ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ തന്നെ, പക്ഷെ പെട്ടാ നിന്നെ പെടുത്തും. അങ്ങനെയൊക്കെ ചെയ്തിട്ടോ? ചിലപ്പോ ചെയ്തു പോവില്ലേ അങ്ങനത്തെ സിറ്റുവേഷനിൽ, അല്ലേ? അണ്ണാ, അണ്ണ ഇപ്പൊ പോകാൻ പോണത് ഒരു സീരിയസ് ഓപ്പറേഷനാണ്. ആ, ഈ ഹാർട്ട് സർജറി ഒക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഓപ്പറേഷൻ. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന രോഗി തട്ടിപ്പോവും. അതും അണ്ണൻ കാരണം. ആ, അണ്ണനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊന്നും അല്ല അണ്ണ. പക്ഷെ ഈ ഒരു കാര്യം അങ്ങേര് കേൾക്കുമ്പോഴേ അങ്ങേർക്ക് ഉണ്ടാവുന്ന റിയാക്ഷൻ ഒന്ന് ഊഹിച്ചു നോക്കും. സംഭവം ഓൺ സൈഡ് ലവ് ആണ്. ജെസ്സിക്ക് അങ്ങേരെ ഇഷ്ടവുമല്ല. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. അങ്ങേർക്ക് ജെസ്സിയുടെ അടുത്ത് ഉണ്ടായിരുന്ന ഇഷ്ടമുണ്ടല്ല, അത് ജെന്യൂനാണ്. നമ്മളിതെല്ലാം അങ്ങേരുടെ അടുത്ത് നിന്ന് മറച്ചു വെച്ചു. അതുകൊണ്ട് അങ്ങേരെ എന്തെങ്കിലും ഒന്ന് ഓവർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അണ്ണ ഒന്ന് ക്ഷമിച്ചേക്കും. എൻ്റെ ഭാര്യ അതിന് ശേഷം തന്നെ ഇതെല്ലാം സംഭവിച്ചത്, മനസ്സിലായോ? അതിനുശേഷമാണ് ഇവിടെ ഇത്ര നടന്നത്. എനിക്കും ഉണ്ട് അതുപോലെ പല വിഷമങ്ങളും. അണ്ണൻ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷെ നമ്മളിപ്പോൾ ഒന്ന് സൂക്ഷിക്കണം. സൂക്ഷിക്കാടേ, എല്ലാവരും സൈഡും എല്ലാവരും പറയും, നമ്മളെ സൈഡ് ആരും പറയും. കാര്യമൊക്കെ ശരി തന്നെ. എന്തായാലും ഞാൻ പോവാൻ റെഡിയായിട്ട് ഇവിടെ ഇരിക്കാം. എപ്പോഴാണ് ഇറങ്ങേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ അയാൾ ഇൻ കേസ് ട്വിസ്റ്റ് മാറിയിട്ട് പോലീസിനെ എങ്ങനെ വിളിക്കുവാണെങ്കിൽ ഒന്നും നോക്കണ്ട, അപ്പം തന്നെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. പിന്നെ കാലിൽ വീണ് മാപ്പ് പറയാൻ പോണു? എൻ്റെ പേര് ടോം സെബാസ്റ്റ്യൻ എന്നാണ്. അതൊക്കെ എൻ്റെ അപ്പം നോക്കിയോളൂ, പോലീസിനെ പറഞ്ഞ് പേടിപ്പിക്കാം. സോറി പറയാൻ പോരെ? ക്രിസ്റ്റീന എവിടെ? ക്രിസ്റ്റീന പുറത്ത് നിൽപ്പുണ്ട്. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഹെഡ് ഓഫീസർ ഒന്ന് പോകണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്തേക്കണം. എന്തൊക്കെയായിരുന്നു? ഇപ്പൊ ഇറങ്ങണം, ഇപ്പൊ പോണം. ആദ്യം സ്വന്തം കാര്യം നേരെ ചോദിച്ചു പോയി അവതരിപ്പിക്കാൻ പഠിക്കുക. അയ്യേട്ടെ, എന്തായി ഇപ്പൊ? ചമ്മിനാറി.